السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2018 ഫെബ്രുവരി മാസം 16 നടത്തിയ ജുമാ ഖുതുബയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് കേൾപ്പിക്കുന്നത്. പിതാവിൻ്റെ പദവി പുത്രൻ്റെയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഹസ്രത്ത് ഖലീഫത്തുള്ള വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചത്. ലോകത്തിൻ്റെ സമ്പൂർണ്ണ മാതൃകയാണ് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപരിഷ്കൃതരായ ഒരു ജനതയിലേക്കാണ് അദ്ദേഹം നിയോഗിതനായത്. കുടുംബ ബന്ധങ്ങളെ മാനിക്കാത്ത ജനതയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പിതാവിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന മാതൃകയെക്കുറിച്ചാണ്. നല്ല വ്യക്തിത്വം, നല്ല പെരുമാറ്റം, നല്ല ഉപദേശം, ഇവ സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഒരു പ്രവാചക വചനമനുസരിച്ച് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരാണോ തൻ്റെ പിതാവിനെ തൃപ്തിപ്പെടുത്തുന്നത് അവൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നു. പിതാവ് സന്തുഷ്ടനാണെങ്കിൽ, ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നുണ്ട്, ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവൻ. ഇത് സൃഷ്ടാവിനെ വളരെയധികം സന്തുഷ്ടനാക്കുന്നു. മറിച്ച് പിതാവ് സന്തുഷ്ടനല്ലെങ്കിൽ ഇത് അള്ളാഹുവിനെ സന്തുഷ്ടനാക്കുന്നില്ല. ഓരോ പിതാവിനും അല്ലാഹു തആല നൽകിയിരിക്കുന്ന പദവിയാണിത്. ഇത്തരം ഒരു പദവിയാണ് നമ്മുടെ പിതാവിന് നൽകപ്പെട്ടിരിക്കുന്നതെങ്കിൽ അപ്പോൾ ഒന്ന് ചിന്തിക്കുക, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പിതാവായ അബ്ദുള്ളായ്ക്ക് എത്ര മഹത്തായ സ്ഥാനമായിരിക്കും നൽകുക എന്ന്. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനു മുമ്പ് തന്നെ ഹസ്രത്ത് അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു നബി കരീമിൻ്റെ നേർപിതാവ് മരണപ്പെടുകയുണ്ടായി. എല്ലാ നിലയിലും എല്ലാ വീക്ഷണകോണുകളിലൂടെയും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികൾക്ക് ഒരു മാതൃകാ പുരുഷനായിരിക്കണമെന്നത് അല്ലാഹു തആലയുടെ ആഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നേർപിതാവിനെ നേരിട്ട് കണ്ടിട്ടില്ല എന്ന വസ്തുത നിലനിൽക്കെ തന്നെ അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരു ദത്തു പിതാവിനെ നൽകുകയുണ്ടായി. യഥാർത്ഥ പിതാവിനെ പോലെ അതേ അവകാശങ്ങളോടെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അതിയായി സ്നേഹിച്ചു. വളരെ വലിയ ആദരവും ബഹുമാനവും നൽകുകയുണ്ടായി. അതിലൂടെ അദ്ദേഹത്തിലുണ്ടായിരുന്ന എല്ലാ അന്ധകാരങ്ങളും നീങ്ങിപ്പോവുകയും അദ്ദേഹത്തെ പ്രകാശത്തിലേക്ക് നയിക്കുകയും തൽഫലമായി അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുമാകുന്നു.
പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപിതാവ് ഹസ്രത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹു ഖുർആൻ വെളിപാട് ഇറങ്ങിയ ശേഷം മക്ക നിവാസികളെ ഒരിക്കൽ കാണുകയുണ്ടായി. ഹസ്രത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹുവിനെ നബിയിൽ വിശ്വസിക്കാത്ത ഖുറൈശികൾ കണ്ട ഉടനെ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പുത്രൻ പറയുന്നുണ്ട് ഇഹലോക ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ടെന്നും അത് അവസാന വിധിക്ക് ശേഷമായിരിക്കുമെന്നും ഓരോ മനുഷ്യൻ്റെയും പ്രവൃത്തി അവനെ സ്വർഗത്തിലേക്കോ അഥവാ നരകത്തിലേക്കോ നയിക്കുന്നതാണെന്നും പറയുന്നു. നല്ല വിശ്വാസികൾ സൃഷ്ടാവിൻ്റെ വലയത്തിലായിരിക്കുമെന്നും അവിശ്വാസികളെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതാണെന്നും പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സന്ദേശം അവരുടെ ഐക്യത്തെ തകർക്കുന്നതായിരുന്നു. ഹസ്രത്ത് ഹാരിസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. അദ്ദേഹം പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കാണാനും സഹായിക്കാനും പോവുകയായിരുന്നു. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ദത്തുപിതാവിനെ സ്വീകരിച്ച രീതി വളരെ ബഹുമാനാദരവോടെയായിരുന്നു, അസാധാരണ നിലയിലായിരുന്നു. ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഖുറൈശികൾ പറഞ്ഞ കാര്യങ്ങൾ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി. അതായത് മരണശേഷമുള്ള ജീവിതത്തെപ്പറ്റിയും അവരുടെ ഐക്യത്തെ തകർത്ത കാര്യവും. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മറുപടി ഒറ്റ വാചകത്തിലായിരുന്നു. ആ വാചകം അദ്ദേഹത്തിൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുകയുണ്ടായി. പ്രസ്തുത വാചകം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അചഞ്ചലമായ വിശ്വാസ ദൃഢത പ്രദാനം ചെയ്തു. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തു, അതായത് തൻ്റെ സന്ദേശം സത്യമാണെന്നും ആ മഹത്തായ ദിനത്തിൽ വിധിനാളിൽ അദ്ദേഹം നബി അദ്ദേഹത്തെ ദത്തുപിതാവിനെ തൻ്റെ കൈ പിടിച്ചു കൊണ്ടുപോകുന്നതാണെന്നും താൻ ഭൂമിയിൽ വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞതെന്താണോ അത് സത്യമാണെന്നും തെളിയുന്നതാണ്. പ്രസ്തുത വചനം ആകാശത്തെക്കാളും ഭൂമിയേക്കാളും വലിപ്പമുള്ളതായി കണക്കാക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരിയായി ഇതൊരു സാധാരണക്കാരൻ്റെ മൊഴിയല്ല. ഈ മൊഴി പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വായിൽ നിന്നും ഉതിർന്നു വീണതാണ്. ഈ വാചകത്തിൻ്റെ വലിപ്പം അദ്ദേഹത്തെ ഒരു ദൃഢവിശ്വാസിയാക്കി മാറ്റി. പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ ദത്തുപിതാവും തമ്മിലുള്ള ശക്തമായ ബന്ധത്തെ കാണിക്കുന്ന ഒരു ഉദാഹരണമാണിത്. ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നേർപിതാവിനോടുള്ള പെരുമാറ്റം എത്രമാത്രം ശക്തമായിരിക്കുമെന്ന്. അദ്ദേഹം ജീവിച്ചിരുന്നുവെങ്കിൽ, തൻ്റെ ദത്തുപിതാവ് തെറ്റായ വഴിയിലായിരുന്നുവെങ്കിലും, അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ലെങ്കിലും പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തോടുള്ള നല്ല പെരുമാറ്റം മൂലം തൻ്റെ പ്രസ്തുത പിതാവിനെ ശരിയായ മാർഗത്തിൽ നയിക്കുവാൻ സാധിച്ചു. മകൻ്റെ ഉത്തരവാദിത്വം ഇന്നത്തെ സമൂഹത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ പറ്റിയ ഒരു ഉത്തമ മാതൃകയാണിത്. മകൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് പിതാവിനെ ശരിയായ പാതയിൽ കൊണ്ടുവരിക എന്നത്. അദ്ദേഹം ഷിർക്കിലോ മറ്റു തെറ്റുകളിലോ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ അന്ധകാരത്തിൽ കഴിയുന്ന പിതാവിനെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന മകന് വളരെ വലിയ പ്രതിഫലം കാത്തിരിക്കുന്നു. പ്രകാശം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം വർണ്ണനാതീതമായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയുകയുണ്ടായി, വിധിനാളിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെയും ഞാൻ അദ്ദേഹത്തിനെ കൈവിടുകയില്ല. ഈ വാക്കുകൾ നമ്മെ കൊണ്ടുപോകുന്നത് ഈമാനിലേക്കാണ്, വിശ്വാസ ദൃഢതയിലേക്കാണ്. തൻ്റെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കയറുവാനുള്ള വഴികൾ തൻ്റെ ദത്തുപിതാവിന് തുടർന്നു നൽകുകയുണ്ടായി. ഈ പിതൃപുത്ര ബന്ധങ്ങളെ ഇപ്പോഴത്തെ സമൂഹം മാതൃകയായി സ്വീകരിക്കേണ്ടതുണ്ട്. അത് സ്വീകരിക്കുവാൻ തയ്യാറായാൽ സമൂഹത്തിലെ അന്ധകാരം നീങ്ങിപ്പോകുന്നതാണ്. ഷിർക്കിനുള്ള എല്ലാ വാതായനങ്ങളും അടയപ്പെടും.
തദ്വാര ആരോഗ്യമുള്ള സമാധാനമുള്ള ഒരു സമൂഹമായി മാറും. അവിടെ ജീവിക്കുവാൻ നമുക്ക് തോന്നും. പുത്രൻ്റെ ഉത്തരവാദിത്വമാണ്, മകളുടെയും ഉത്തരവാദിത്വമാണ് പിതാവിനെ ശരിയായ പാതയിൽ കൊണ്ടുവരിക എന്നത്. അതുപോലെ തിരിച്ചും മകൻ അഥവാ മകൾ തെറ്റായ വഴിയിലാണെങ്കിൽ അവരെ ശരിയായ ദിശയിലേക്ക് കൊണ്ടുവരേണ്ടത് പിതാവിൻ്റെ ബാധ്യതയാണ്. സഹാബികളും താബിഈങ്ങളും സ്വാലിഹീങ്ങളും ആരിഫീങ്ങളും മുത്തഖീങ്ങളും വാഗ്ദത്ത മസീഹ് ഹസ്രത്ത് മിർസാ ഗുലാം മുഹമ്മദ് അലൈഹിസ്സലാമയും ഈ സന്ദേശത്തെ വേണ്ട വിധം പരിഗണിച്ചവരാണ്. വാഗ്ദത്ത മസീഹ് ഹസ്രത്ത് മിർസാ ഗുലാം മുഹമ്മദ് അലൈഹിസ്സലാമിന് മുൻപ് വന്നിട്ടുള്ള ഹസ്രത്ത് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹും അദ്ദേഹവും വളരെ നിപുണനായ അധ്യാപകനും വഴികാട്ടിയുമായിരുന്നു. അദ്ദേഹം 4 വിവാഹം കഴിച്ചിരുന്നു. 49 കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. പിതാവും കുട്ടികളും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. വാഗ്ദത്ത മസീഹിൻ്റെ കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞാൽ അവരെല്ലാവരും സ്വാത്വികരായിരുന്നു. അതിൽ ഒരാൾ വാഗ്ദത്ത പരിഷ്കർത്താവുമായിരുന്നു. തൻ്റെ പിതാവിൻ്റെ സന്ദേശത്തെയും മഹത്വത്തെയും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. നേർപുത്രൻ എന്ന നിലയിലും ആത്മീയ അനന്തരാവകാശി എന്ന നിലയിലും. പിതാവ് മകൻ്റെയും മകൻ പിതാവിൻ്റെയും നല്ല സംരക്ഷണം ഏറ്റെടുക്കുക. ഒരു നല്ല പിതാവ് മിക്കവാറും നല്ല കുട്ടികൾക്ക് ജന്മം നൽകുന്നു. അതുപോലെ നല്ല കുട്ടികൾ പിതാക്കന്മാരെ അത്ഭുതപ്പെടുത്തുകയും പ്രതീക്ഷ നൽകുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നു. പരമോന്നതനായ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. നമ്മുടെ യജമാനരായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ പ്രിയ പിതാക്കന്മാരുടെയും മേൽ അബ്ദുല്ലാഹിം ഹാരിസും അള്ളാഹു താല അവൻ്റെ അനന്തമായ അനുഗ്രഹവർഷം ചൊരിയട്ടെ. അതോടൊപ്പം അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരുടെ മേലും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെ കൈക്കൊണ്ട് നിഷ്കളങ്കരായ വിശ്വാസികളുടെ മേലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. അള്ളാഹു താല നമ്മെ എല്ലാവരെയും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരിൽ ആക്കട്ടെ. ഭൂമിയിലെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കാലടിപ്പാതകളെ സമ്പൂർണ്ണമായും പിന്തുടരുവാൻ നമുക്കേവർക്കും ഭാഗ്യം നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. ആമീൻ. ഈ ഖുത്ബ ഹൃദയാർജകമാണ്. ഹൃദയത്തിന് പ്രത്യേകമായ തണലും കുളിരും നൽകേണ്ടതാണ്. ഒരു പിതാവിൻ്റെയും തങ്ങളുടെ സന്താനങ്ങളുടെയും അതുപോലെ സന്താനങ്ങൾ തങ്ങളുടെ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്വങ്ങൾ പരസ്പര പൂരകമാക്കി തീർക്കുന്നു. അങ്ങനെ സ്വർഗീയ അവകാശങ്ങളായി മാറുന്ന അനന്തമായ ഒരു സന്തോഷ മുഹൂർത്തത്തിലേക്കാണ് നമ്മെ ഈ വാക്കുകൾ കൊണ്ടെത്തിക്കുന്നത്. ഇതനുസരിച്ചുള്ള ഒരു ജീവിതം നമുക്കെല്ലാവർക്കും, പിതാക്കന്മാരും മാതാക്കളും അതുപോലെ സന്താനങ്ങളും തിരിച്ചും ആത്മീയ പാതയിൽ ഒരാൾ ഇടറിപ്പോവുകയാണെങ്കിൽ അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും അങ്ങനെ ആ പരിശ്രമത്തിൻ്റെ അന്ത്യത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷഭരിതമായി സ്വർഗീയ കവാടം പോകുവാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ജസാക്കുമുല്ലാഹി ഹുസ്നൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.